ഞാൻ പറയാം അല്ലെങ്കിൽ ഞാൻ പറയുന്നത് വയതായിട്ട് മാറും, നിങ്ങളുടെ ഡൗട്ട് തീരില്ല. അപ്പം ഇങ്ങനെ ഇത്രയും കേട്ടിട്ട് നിങ്ങൾ പഠനത്തിൻ്റെ ആൾക്കാരാണ്, പഠിക്കാൻ വേണ്ടി മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. അതിനകത്തുള്ള എന്തെങ്കിലും ഭയമോ മീൻസ് ഡൗട്ട്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാൻ എനിക്കറിയുന്നതൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. ഇനി എത്ര വയസ്സുണ്ടാവും? എത്ര? മനസ്സിലായി. അമ്മ ചോദിച്ചത് കുട്ടിക്ക് ദേഷ്യം വാശിയൊക്കെ കൂടുതലുണ്ടാവും, അപ്പോൾ ഡോക്ടറൊക്കെ കാണിച്ചു. അപ്പോൾ കാണിച്ചിട്ട് ആദ്യത്തെ ലെവലിൽ കുറച്ച് ശരിയാവും, പിന്നെ അത് മാറിയിട്ട് ദേഷ്യം തന്നെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രായം 7 വയസ്സൊക്കെ ആയിരിക്കും. അവിടെ ഞാൻ പറഞ്ഞത് ഈ കുട്ടിയുടെ കൺസേൺ, കുട്ടിയുടെ ആവശ്യങ്ങൾ, കുട്ടിയുടെ ആഗ്രഹങ്ങൾ എന്താണെന്നുള്ളത് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അവരെ പഠിപ്പിച്ച കുറേ കാര്യങ്ങളുണ്ടാവും. മൊബൈൽ കൊടുത്തിട്ട് പിന്നെ വാശി ഇതൊക്കെ ഉണ്ടാവും. കുട്ടികളുടെ ഒരു സ്വഭാവമുണ്ട്, നമുക്കൊക്കെ ഉണ്ട്. അത് നമ്മുടെ സുഖത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സമാധാനത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഇല്ലേ? അപ്പോൾ കുട്ടികൾക്ക് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് അവർ ആദ്യം ചെയ്യുന്നത് എന്താണ്? കരച്ചിലാണ്. ഈ സൈറനൊക്കെ അടിക്കാൻ തുടങ്ങും അവർ. അപ്പോൾ നമ്മൾ അവരെ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്താണ്, ഏതോ ഒന്ന് കരച്ചിൽ നിർത്താൻ വേണ്ടി നമ്മൾ മൊബൈലോ അല്ലെങ്കിൽ വാട്ടവർ ഐസ്ക്രീമോ മിഠായിയോ ചോക്ലേറ്റ് എന്തെങ്കിലും കൊടുത്തു. ഈ കുട്ടി പഠിക്കുന്നത് എന്താണ്? ഞാനൊന്ന് ചീറിയിട്ടില്ലെങ്കിൽ എൻ്റെ കാര്യം നടക്കും, അല്ലേ? ഈ കുട്ടിയുടെ കരച്ചിൽ കേൾക്കുന്നത് നമുക്ക് അസ്വസ്ഥമായതുകൊണ്ട് അത് എങ്ങനെയെങ്കിലും ഒന്ന് നിന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പേക്ക് വലിയ ഇമ്മൊക്കെ പറയും, അതൊക്കെ കൊടുത്താളെ അതിൻ്റെ കരച്ചിലൊക്കെ നിൽക്കുമല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടി അത് പഠിച്ചു, ഫീഡ് ചെയ്തു. ഞാൻ മാക്സിമം എനിക്ക് എന്തൊക്കെ ആവശ്യം കിട്ടണം അപ്പം ഞാൻ കരഞ്ഞാൽ മതി, അല്ലേ? അപ്പം ഇത് കരഞ്ഞിട്ട് കിട്ടിയില്ലെങ്കിൽ കുട്ടി വാശി പിടിക്കാൻ തുടങ്ങും, ചോറുന്നാതിരിക്കും, ദേഷ്യവും കാര്യങ്ങളൊക്കെ ചെയ്യും. ഇത് മാക്സിമം 2 ദിവസം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 3 ദിവസം ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് പഠനം. 3 ദിവസത്തിൽ കൂടുതൽ ഈ വാശി അവിടെ നിൽക്കില്ല. നമ്മളതിലേക്ക് മൈൻഡ് ചെയ്യാതിരുന്നാൽ മതി. അതിനുള്ള ക്ഷമ നമുക്ക് ഉണ്ടാവാന്നുള്ളത് അത് നമുക്കില്ല. കാരണം നമുക്ക് ഈ കരച്ചിൽ കേൾക്കാൻ നേരമില്ല. അവൻ അപ്പോഴേക്കും അവിടെ നശിപ്പിച്ചോട്ടെ നോക്കണം. അത് വെക്കാനുള്ള സമയം നമുക്കില്ല. എങ്ങനെ? വിവരം അറിയാമല്ലേ? കത്തിയെടുത്തിട്ട് വരിക, തരുന്നുണ്ടോ ഇല്ലയെന്ന് ചോദിക്കും, അല്ലേ? കാരണം അഡിക്ഷനാണ്. അതിൽ കുറെ കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തു. അതെ, കഴിക്കില്ല, നീ കഴിക്കണ്ടെന്ന് പറയണം. വിശന്നിട്ടുണ്ടെങ്കിൽ ഏത് ലോകത്തിലെ മനുഷ്യരും കഴിക്കും. അതന്നെ, അത് ആദ്യത്തെ കുറഞ്ഞ ദിവസങ്ങളെ ഉണ്ടാവുള്ളൂ എന്നാണ് പഠനങ്ങളൊക്കെ പറയുന്നത്. അങ്ങനെ ബില്ലിംഗ് ആയിട്ടില്ലെങ്കിലാണ് ഞങ്ങളെപ്പോലുള്ള ആൾക്കാരെ കാണിക്കേണ്ടത്. അപ്പോൾ അവരതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തരും. അതനുസരിച്ച് നിൽക്കുക. എല്ലാ കുട്ടികൾക്കും ഒരേ സ്വഭാവം ആയിരിക്കില്ലല്ലോ. അപ്പോൾ അതനുസരിച്ച് അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ അവരെ ട്രീറ്റ്മെൻറ്റ് നിർദ്ദേശിക്കുക. ചെറിയ തെറാപ്പികളൊക്കെ ആയിരിക്കും, തെറാപ്പീസ് ആയിരിക്കും. ആ തെറാപ്പിയൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും കുട്ടി മിടുക്കനാണ്. കുട്ടികൾക്ക് അറിയില്ലല്ലോ. അതാണ്. അതിന് കുട്ടികളെല്ലാം എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നത് മകളി ഭർത്താവിനെയാണ്. മനസ്സിലായോ? അവരെയാണ് ആദ്യം ഇവിടെ കൗൺസിലിംഗ് കൊടുക്കേണ്ടത്. അതല്ലേ, അവരെ നോക്കി കഴിഞ്ഞാൽ സമാധാനമായി. അതിന് തിന്നാനും വേണ്ടില്ല, തിന്നില്ലേനും വേണ്ടില്ല, ശരിക്കേട്. പക്ഷെ നമ്മൾ കുറച്ച് അതാണ് രക്ഷിതാവ് എന്ന് പറയുമ്പോൾ ഭയങ്കര റിസ്കി പരിപാടിയാണ്. ഒരു കുഞ്ഞിനെ ഞാൻ പറഞ്ഞില്ല 21 വയസ്സ് വരെ എത്തിക്കുന്നത് ഹൈ ടാസ്ക്കാണ്. ആദ്യത്തെ 14 വയസ്സ് വരെ ഹെവി ടാസ്ക്കാണ്. നമ്മളെ മാറ്റി നിർത്തുക എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്കത് പറ്റും. 10 മാസം ഗർഭം ചുമന്നൊക്കെ പറഞ്ഞില്ല, ആ വേദനയുടെ അത്ര ഇല്ല. പക്ഷെ അത് സഹിച്ച നമ്മൾ ഈ സാധനം ഭൂമിയിലേക്ക് വന്നപ്പോൾ ഫ്രീ ആയി ഒരു മൊബൈൽ കിട്ടി, ഞാൻ കഴിച്ചില്ല, അതിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ പണിക്ക് നോക്കുക. നോ, അത് ചെയ്യരുത്. അവരുടെ ബിഹേവിയർ പാറ്റേൺ നമ്മുടെ കയ്യിലാണ്, സ്വഭാവം ഉണ്ടാക്കുന്നത് നമ്മുടെ കയ്യിലാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് അവർക്ക് എന്തൊക്കെയാണ് അസ്വസ്ഥതകൾ ഉള്ളത്, ആ അസ്വസ്ഥതകൾ തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവണം. അതിന് ഉപ്പയും ഉമ്മയും മെനക്കെടണം. അവർ 10 വയസ്സാണ് ഏറ്റവും ചുരുങ്ങിയത് 10ാം ക്ലാസ് വരെയെങ്കിലും അവരുടെ സമയം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഗൾഫിലുള്ള ഉപ്പമാർ അല്ലെങ്കിൽ ആ പകൽ പണിയെടുക്കുന്ന ഉപ്പമാരത്തൊന്ന് ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് അധ്വാനിക്കുന്നത് നിൽക്കുമ്പോൾ എനിക്ക് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട്, ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് എന്ന് പറയും. മക്കളെടുത്ത് പോയിട്ട് ഉപ്പ എന്താ ചെയ്യുന്നത്? എന്ത് ചെയ്യണം, ആ മനുഷ്യനെ കണ്ടിട്ടേ കാലം എത്രയെന്നാണ്. കുട്ടികളുടെ ആവശ്യം ഒരു 5 മിനിറ്റെങ്കിലും ഉപ്പശി എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, ഒരു 10 മിനിറ്റെങ്കിലും ഉമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവർ നമ്മുടെ ടൈം ആവശ്യം, അവർക്ക് കുറേ ഇരിക്കാൻ വേണ്ടി. ഞാൻ നേരത്തെ ഒരു 10 കാര്യം എഴുതിയില്ലേ, അവർ പറയുന്നത് കേൾക്കണം. നാട്ടുകാരല്ല വേണ്ടത്. നമ്മളെ കിട്ടിയില്ലെങ്കിൽ അവർ നാട്ടുകാരത്തേക്ക് പോകും. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഒരു കാര്യം കേൾക്കാൻ ഉപ്പശിയില്ല ഉമ്മശിയില്ല, പിന്നെ അയൽവാസിൻ്റെ അടുത്ത് പോകണം, അല്ലെങ്കിൽ പരിചയക്കാരത്ത് പോകണം, അല്ലെങ്കിൽ ചാറ്റിങ്ങിൽ പോകണം. മനസ്സിലായോ? അതുകൊണ്ട് പോകുന്നത് കുറ്റാണോ? അത് ആരാധന കാരണക്കാരൻ നമ്മുടെ ടൈം മാക്സിമം കുട്ടികൾക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ ടൈം കിട്ടുന്ന ധാരാളം ആൾക്കാർ റോട്ടിലുണ്ട്. അവരെ കൂടെ അവരങ്ങ് പോകും. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ കൊടുക്കാൻ നല്ലത്
ഭയങ്കര സമ്പാദ്യമോ ചോയ്സോ ഒന്നല്ല, നമ്മുടെ ടൈമാണ്. എൻ്റെ മകളെടുത്ത് എൻ്റെ മകൻ്റെ അടുത്ത് ഞാനൊന്ന് ഇരിക്കട്ടെ, ഭാര്യനൊക്കെ ചേർത്തിരിക്കട്ടെ, ഇത് കാണണം, ആ സന്തോഷം ഉണ്ടാവണം. അതാണ് നമ്മൾ ആയത്ത് നമ്മളെ പഠിപ്പിച്ചത്. റബ്ബന ഖബലന മിൻ അസ്വാജിന എന്നുള്ള ആ ഒരു ആയത്ത് പഠിപ്പിച്ചത് അതാണ്. എൻ്റെ ഭാര്യയെ എൻ്റെ ഇണയെ കാണുമ്പോൾ എനിക്ക് സന്തോഷം ഉണ്ടാവണം, എൻ്റെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എനിക്ക് സന്തോഷം ഉണ്ടാവണം. ആ സന്തോഷം നമ്മൾ കൊടുക്കാതെ മൊബൈൽ കണ്ടിട്ട് സന്തോഷിക്കാൻ പറഞ്ഞിട്ടില്ല. മൊബൈൽ കൊടുത്ത് സന്തോഷം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ക്ലാഷ് ആയിരിക്കും ഉണ്ടാവുക, ദേഷ്യങ്ങൾ ഉണ്ടാവും, വാശിയുണ്ടാവും, പറഞ്ഞാൽ കേൾക്കാത്തത് വരും. നമുക്ക് മേലെ അവർ ചിന്തിക്കാൻ തുടങ്ങും, നമ്മളോട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. നിങ്ങളൊക്കെ ഭയങ്കരമാണ്, തന്തവൈബാണെന്ന് പറയും. അങ്ങനെ സാധനം ഇല്ല. ക്ലിയർ ആയോ? എനി ക്വസ്റ്റ്യൻസ്? നമ്മൾ ക്ലിയർ ആയി വിചാരിക്കണം. അത് ശരിയാക്കാൻ പറ്റും കേട്ടോ. കുട്ടീനെ കൊണ്ടുവരികയാണെങ്കിൽ എന്താണ് കുട്ടിയുടെ പ്രയാസം, കുട്ടി അപ്പോൾ പറയും എൻ്റെ പക്ഷേ അത് ചെയ്യുന്നില്ല, ഇത് ചെയ്യുന്നില്ല, സംസാരിക്കുന്നില്ല, ഞാൻ ചോദിക്കുന്ന മിഠായി ചോക്ലേറ്റ് ഒക്കെ വാങ്ങി തരുന്നുണ്ട്, ബുക്കും പേനയും ഡ്രസ്സൊക്കെ വാങ്ങി തരുന്നുണ്ട്, പക്ഷേ അവരുടെ ടൈം എൻ്റെ കാര്യം കേൾക്കാൻ അവരില്ല എന്ന് പറഞ്ഞാൽ പോയില്ലേ? അവരുടെ കാര്യം കേൾക്കണം നമ്മൾ. അതിനൊക്കെ നമ്മളെ നമ്മളൊക്കെ മക്കളുടെ കാര്യം മറ്റുള്ളവരാണ് കേൾക്കേണ്ടത്. നമ്മൾ കമ്പാരിസൺ ചെയ്യും, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം. ഉദാഹരണം പറയാം, നിന്നെ പോലെയല്ല അപ്പുറത്തുള്ള ആ കുട്ടി പറയാറുണ്ട്, അവൾക്കൊന്നുമില്ല, പറയുമ്പോൾ ഡ്രസ്സ് ഒന്നേ ഉള്ളൂ, അവൾ നല്ല മാർക്ക് വാങ്ങിയില്ലേ, കുട്ടി തിരിച്ചു വയ്ക്കുകയാണ്. ഓളെ പണ്ടിമാരിമാർ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിലോ, കേൾക്കൊന്ന് ഡീസൻ്റ് ആയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലേ? ഒരിക്കലും കമ്പാരിസൺ ചെയ്യണ്ട. നമ്മളെ മകൾ നമ്മൾ തന്നെയാണ്, നമ്മളെ മകൻ നമ്മൾ തന്നെയാണ്, നാട്ടുകാരെ പോലെ അല്ല. എൻ്റെ മകൻ എൻ്റെതാണ്, അപ്പോൾ ഞാൻ അവൻ്റെ സ്പെഷ്യാലിറ്റിയിൽ വളർത്തേണ്ടതുണ്ട്. എൻ്റെ ഉത്തരവാദിത്തമാണ്, മൈ റെസ്പോൺസിബിലിറ്റി. എൻ്റെ കുട്ടിയെ നല്ല പോലെ കൊണ്ടുപോകേണ്ടത്, എൻ്റെ മകളെ നല്ല പോലെ കൊണ്ടുപോകേണ്ടത്, എൻ്റെ കുടുംബത്തിന് സന്തോഷം കണ്ടത്, ദാറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി. എൻ്റെ ഉത്തരവാദിത്തമാണത്. അല്ല നാട്ടുകാരതല്ല. നാട്ടുകാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കണ്ട. ക്ലിയർ? എന്തെങ്കിലും ഉണ്ടോ? ക്വസ്റ്റ്യൻസ് ഉണ്ടോ? നിങ്ങൾ എഡ്യൂക്കേഷനെ കുറിച്ച് ഒന്നും ചോദിച്ചില്ലല്ലോ. ഇതൊക്കെ എല്ലാവരും പഠിക്കുന്നവരല്ലേ? ഏത് ക്ലാസ്സിലാണ്? പ്ലസ് ടു കഴിഞ്ഞു, ഇനി ഡിഗ്രിയിലേക്ക് പോകണം. ഏതാ കോഴ്സ് ഉണ്ടായിരുന്നത്? പ്ലസ് ടു ഏതായിരുന്നു? കൊമേഴ്സ്, ബിസിനസ് അല്ലേ? നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞു, വെയിറ്റിംഗ് ഫോർ റിസൾട്ട് അല്ലേ? പ്ലസ് ടുലേക്ക് വന്നു. നിങ്ങൾ ഈ 21 നാളെ റിസൾട്ട് വന്ന് മാറി. ആ ഓക്കെ. ഞാൻ പൂനൂർ ഹോസ്പിറ്റലിൽ ചൊവ്വാഴ്ച മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി ദിവസം മിറാസ് ഹോസ്പിറ്റലില്ലേ, നോളജ് സിറ്റി അറിയോ? അവിടെ ഒരു മിറാസ് ഹോസ്പിറ്റലുണ്ട്. ചൊവ്വാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം വരെയുണ്ട് പേഷ്യൻസ് ഇവിടെ മിറാസ് അല്ല റിവർഷോർ. ഈ പരിപാടി നമുക്ക് സ്പോൺസർ ചെയ്തത് മിറാസ് റിവർഷോർ ഹോസ്പിറ്റലാണ്. എനിക്ക് അങ്ങോട്ട് മാറിപ്പോകുന്നു, 2 സ്ഥലത്തും കൊണ്ടാണ്. ബാക്കി ദിവസം അവിടെയില്ല, മിറാസിൽ. ഓക്കെ. ഇനി നമുക്ക് 2 ഗസ്റ്റ് ഉണ്ട് ഇവിടെ സംസാരിക്കാൻ. ഒരാൾ സൈബർ, പിന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയണ്ടേ, പിന്നെ വേറെ ആൾ കൂടി എന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ ഗ്രേറ്റ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യണം, അവരെ സന്തോഷത്തിൽ നമ്മളും പങ്കുചേരണം. അതുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്തോട്ടെ, ചോദ്യങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. വൈൻഡപ്പ് ചെയ്തോട്ടെ? ക്വസ്റ്റ്യൻസ് ഉണ്ടോ? പോകാൻ സമയമുണ്ട്. അപ്പോൾ ഏതായാലും എന്നെ എത്ര നേരം കേട്ടതിന് നിങ്ങൾക്ക് ഒത്തിരി താങ്ക്സ് ഉണ്ട്, നന്ദിയുണ്ട്. എൻ്റെ എന്തെങ്കിലും പാകപ്പിഴകൾ വന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് എൻ്റെ ഫാൾട്ടാണ്, നോളജിൻ്റെ അല്ല. നോളജ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. ഡൗട്ട് അറിവുള്ളവർക്കൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം. മാക്സിമം നല്ല രക്ഷിതാവാകാൻ വേണ്ടിയിട്ട്, നല്ല വിദ്യാർത്ഥികളും നല്ല സമൂഹവും നല്ലൊരു കുടുംബമാകാൻ വേണ്ടി സന്തോഷിക്കുന്ന അനുഗ്രഹിക്കുന്ന പ്രാർത്ഥിച്ചു നിർത്തുന്നു. ബാക്കി ഓക്കെ, താങ്ക് യു.